الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലെ അവസാന 10 ദിനങ്ങളിലെ അതിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ അത്യപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ കടന്നു പോകുന്നത്. നാം അനുഷ്ഠിച്ച നോമ്പും നാം നിർവഹിച്ച നമസ്കാരങ്ങളും നാം നൽകിയിട്ടുള്ള ദാനധർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിപ്പെടുവാൻ മാത്രമുള്ള പരിശുദ്ധി അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു അവസാന ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് വിലയിരുത്തേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ തിന്മ ചെയ്യുന്നതിലേറെ ഗുരുതരമാണ് ഒരാൾ തിന്മ ചെയ്യണം എന്ന മനസ്സുമായി ജീവിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ തെറ്റുപറ്റുന്ന പ്രകൃതമുള്ളവനാണ്, അതിന് സാധ്യത ഏറെ ഉള്ളതാണ് അവന്റെ ഘടന എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൽ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും മനസ്സ് ദുഷ്പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നതാകുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ എല്ലാ സന്തതികൾക്കും തെറ്റുകൾ പറ്റും. വഖൈറു ഖത്താഈന അത്തവ്വാബൂൻ, യഥാർത്ഥത്തിൽ തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും നല്ലവൻ ആ പശ്ചാത്തപിച്ച് തിന്മയിൽ നിന്ന് മടങ്ങുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു പാപത്തിൽ, ഒരു തെറ്റിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കെണിയിൽ വീഴുന്നത് പോലെയാണ്. കെണിയിൽ വീഴുക എന്ന് നമുക്കറിയാം, ഒരു അപകടമാണ്. കെണിയിൽ വീണു എന്ന് ഉറപ്പുവരികയും
ഞാനത് ചെയ്തു, ഇത് പാടില്ലാത്തതായിരുന്നു എന്ന് ഉറപ്പു വരികയും രക്ഷപ്പെടാനുള്ള വഴി അവന്റെ മുമ്പിൽ തുറന്നു വെക്കുകയും ചെയ്തിട്ട് ആ മനുഷ്യൻ അതിലൂടെ പുറത്തു കടക്കാതെ ധാർഷ്ട്യത്തോടു കൂടി തെറ്റിൽ നിലകൊള്ളുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ കുറ്റവാളി. രക്ഷപ്പെടാനും സുരക്ഷിതമാകാനും ജീവിതത്തെ നന്നാക്കി തീർക്കുവാനുമുള്ള വഴികൾ അവന്റെ മുമ്പിൽ തുറന്നു വെച്ചതിന് ശേഷവും ആ കെണിയിൽ തന്നെ നിൽക്കുക. നോക്കൂ, നിങ്ങൾ കുറ്റം ചെയ്ത പ്രതികളെ അവരോട് ദേഷ്യം തോന്നുന്ന ചില രംഗങ്ങൾ നമ്മൾ മീഡിയകളിൽ കാണാറുണ്ട്. അതെപ്പോഴാ? അവർ ചെയ്ത ആ വലിയ തെറ്റിൽ യാതൊരു മാനസികമായ വിഷമവും തോന്നാതെ കൂസലില്ലാത്ത മുഖഭാവത്തോടു കൂടി മീഡിയകൾക്ക് മുമ്പിൽ കാണുന്ന ആളുകളെ നമുക്ക് അവരോട് വല്ലാത്ത വെറുപ്പ് തോന്നാറുണ്ട്. കാരണം എന്തേ ഇവനെ ഇനിയും ഇങ്ങനെ? സഹോദരങ്ങളെ, ഇവരോട് നമുക്ക് എവിടെയോ കിടക്കുന്ന മനുഷ്യനോട് പോലും ദേഷ്യവും വെറുപ്പും അനുഭവപ്പെടുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിന് പരിഹാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തൗബ ചെയ്യാതെ തിന്മയുടെ മനസ്സ് നിലനിർത്തുന്നവരോട് അള്ളാഹുവിന് എത്ര വലിയ വെറുപ്പുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചു നോക്കൂ. റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോ നമ്മൾ ഒഴിവാക്കിയ ലഹരി ഇനിയും തിരിച്ചു വരുന്നുവെങ്കിൽ നമ്മൾ തിന്മയെ മാത്രമേ ഈ സമയത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. തിന്മക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിനെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഈ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ച സമയത്ത് നമ്മൾ തൽക്കാലം ഒഴിവാക്കി വെച്ച അവിഹിത ബന്ധങ്ങളും ചാറ്റിങ്ങും വർത്തമാനങ്ങളും ഇനി തിരിച്ചു വരുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സമയത്ത് തിന്മയെ ഒഴിവാക്കിയിട്ടുള്ളൂ, തിന്മയുടെ മനസ്സിനെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. പരിശുദ്ധ റമളാൻ കടന്നു വന്നപ്പോ നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള വിദ്വേഷവും പകയും തൽക്കാലം ഒന്ന് മാറ്റിവെച്ചു. അത് ഇനിയും തിരിച്ചു വരുമെങ്കിൽ തിന്മയെ മാത്രം ഈ സമയത്ത് ഒഴിവാക്കിയവരാണ് നമ്മൾ. ആ തിന്മയുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഈ പരിശുദ്ധ റമളാൻ കടന്നു വന്നപ്പോ ഹറാമായ ചില ഇടപാടുകളിൽ നിന്ന്, ഏർപ്പാടുകളിൽ നിന്ന്, കച്ചവടങ്ങളിൽ നിന്ന്, സമ്പാദ്യങ്ങളിൽ നിന്ന് മാറി നിന്നു. ഇനിയും അത് തിരിച്ചു വരുന്നുവെങ്കിൽ ആ തിന്മയെ താൽക്കാലികമായി നാം ഒഴിവാക്കിയിട്ടുള്ളൂ. ആ തിന്മ നിറഞ്ഞ മനസ്സ് നമ്മിൽ നിന്ന് ഒഴിവായിട്ടില്ല എന്ന് നമ്മൾ അറിയണം. ഇത്ര ഗൗരവതരമാണ് വിഷയം. ഈ മനുഷ്യർ റഹ്മാനായ റബ്ബിന് അശേഷം വേണ്ടതില്ല. അവരോട് അല്ലാഹുവിന് പകയും വെറുപ്പുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അക്കൂട്ടത്തിൽ നമ്മൾ പെടുമോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കുകയും ചെയ്യണം. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഈ തിന്മയുടെ മനസ്സ് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എത്ര വലിയ കുറ്റമാണെങ്കിലും റഹ്മാനായ റബ്ബ് പുറത്തു നിൽക്കും. അള്ളാഹിന്റെ വിശേഷണമാണ് അൽ ഗഫാർ. അൽ ഗഫാർ, ആ വാക്കിന് പണ്ഡിത ശ്രേഷ്ഠർ നമുക്ക് നൽകിയ വിശദീകരണം മുഴുവൻ പൊറുക്കുന്നവന്റെ ഗുണമാണ് അത് എന്നാണ്. എല്ലാം പൊറുക്കും, പക്ഷേ തിന്മയിൽ നിന്ന് സമ്പൂർണമായ വിരാമവും അതിനോടുള്ള മനസ്സിന്റെ ആഗ്രഹം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇനി ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റും. ശുദ്ധ ഖുർആൻ പറയാം, അഫലാ യത്തൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു, അവർ അവനോട് പാപമോചനം തേടുകയും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നില്ലേ? അല്ലാഹു ചോദിക്കാം, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്ന് ഖേദിച്ചു മടങ്ങി ചെയ്യില്ലെന്ന് പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആവർത്തിച്ച് കണ്ണൊന്ന് നനഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കാൻ, ആ കെണിയിൽ നിന്ന് പുറത്തിറങ്ങി, നാദാ ഞാനിതാ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു റഹ്മാനെ, എന്നെ ഈ തിന്മയുടെ ലോകത്തു നിന്നൊന്ന് കരകയറ്റിക്കൊണ്ട് അള്ളാഹുവേ എന്നൊന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. മറ്റൊരു സ്ഥലത്ത് റഹ്മാനായ റബ്ബ് പറഞ്ഞത് വഹുവൽ ഗഫൂറുൽ വദൂദ്,
അള്ളാഹു ഏറെ പൊറുക്കുന്നവനും നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നവനുമാണ്. അൽ വദൂദാണ് റഹ്മാനായ റബ്ബ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തിന്മ അത് അവസാനിപ്പിച്ച് തുടങ്ങാനുള്ള മനസ്സ് നമ്മുടെ ആഗ്രഹത്തിന്റെ വക്കത്തു തന്നെയാണ്. അല്ല, റമദാൻ ഒന്ന് കഴിയട്ടെ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ റമദാൻ സമ്പൂർണ്ണ നഷ്ടമാണ് എന്ന് വിശ്വാസികളെ, സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കണം. ഈ തൗബ റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ അള്ളാഹു ചില നിബന്ധനകൾ വെച്ചു. ഒന്ന്, ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകണം എന്നാണ്. പിന്നീട് ഉണ്ടാവാനേ പാടില്ല. ഒരു അടയാളം പോലും, ഒരു നേരിയ ചിന്ത പോലും ഇല്ലാത്ത വിധം അവന്റെ മനസ്സിനെ അവൻ വളരെ നിർബന്ധിതമായി നിയന്ത്രിക്കണം. രണ്ട്, അവന്റെ മനസ്സിൽ ആ ചെയ്തു പോയതിനോട് ഖേദമുണ്ടാകണം. അതൊരു ക്രെഡിറ്റ് ആയിട്ടുണ്ടാകാൻ പാടില്ല. അതിന്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല. ഖേദം വേണം. പടച്ചോനെ, റഹ്മാനെ, പറ്റുകെട്ടോ, ഭാര്യ അറിഞ്ഞിട്ടില്ല, ഭർത്താവ് അറിഞ്ഞിട്ടില്ല, മക്കൾ അറിഞ്ഞിട്ടില്ല, നാട്ടുകാർക്ക് ഒരു പരിചയമില്ല, ഓഫീസിലെ സ്റ്റാഫിന് അറിയില്ല, പക്ഷെ നിനക്കറിയാലോ, ഇനിയില്ല കേട്ടോ. ആ കണ്ണൊന്ന് നനഞ്ഞൊന്ന് ഖേദിക്കണം. മറ്റൊന്ന്, മടങ്ങില്ലെന്ന ഉത്തമ ബോധ്യം സ്വശരീരത്തോടും മനസ്സിനോടും നമുക്കുണ്ടാവണം. ഇനി വ്യക്തികളോട് ചെയ്തതാണെങ്കിലോ അവരോട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആർക്കാണ് പശ്ചാത്താപം? സുമ്മ ഇന്ന റബ്ബക ലില്ലദീന അമലു സൂഅ ബിജഹാല, അവിവേകം മൂലം പ്രവർത്തിച്ചവർ. അതാണ്, മനസ്സല്ല, ഏതൊരു സാഹചര്യം, ഒരു യാത്രയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോ അറിയാതെ സംഭവിച്ചു പോയി, കണ്ടുപോയി, ചെയ്തു പോയി, ഇങ്ങനെ ഒരു കെണിയിൽ അകപ്പെട്ടു. കെണിയാണെന്ന് അറിയാതെ പെട്ടുപോയതാണ്, അല്ലാതെ ആ കെണിയിൽ തന്നെ നിന്നവനല്ല. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ബിജഹാല, അവിവേകം മൂലം, അശ്രദ്ധ മൂലം, ആ സമയത്ത് പിടിച്ചാൽ കിട്ടാഞ്ഞിട്ട് സംഭവിച്ചതാണ്. അതവന് മനസ്സിലായി. സുമ്മത്താബു, പിന്നീട് അവൻ റഹ്മാനായ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. മിൻ ബഅദി ദാലിക്, അതിനുശേഷം തീർന്നില്ല കേട്ടോ. വഅസ്ലഹു, പിന്നീട് അവന്റെ ജീവിതം തന്നെ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്തു. അസ്ലഹു, പിന്നെ അതുവരെയുള്ള ജീവിതമല്ല അവനുണ്ടായത്, അതിനേക്കാൾ ശ്രേഷ്ഠമായ, അതിനേക്കാൾ പരിശുദ്ധമായ, അതിനേക്കാൾ നല്ല വാക്കുകൾ മാത്രം, അതിനേക്കാൾ നല്ല പ്രവർത്തനങ്ങൾ മാത്രം, അതിനേക്കാൾ നല്ല ചിന്തകൾ മാത്രമുള്ളവ അസ്ലഹു, അവന്റെ ജീവിതത്തിന്റെ സമൂലാഗ്രം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും അവനങ്ങ് മാറ്റി നന്നാക്കി. അല്ലാഹ് പറഞ്ഞു, ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയും. അല്ലാഹു നമുക്ക് നൽകിയ ഓഫർ. അതുകൊണ്ട് വിശ്വാസികളെ, റമളാൻ അവസാനിക്കാൻ, റമളാൻ അവസാനത്തിലേക്കാൻ നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളെ വളരെ ഗൗരവത്തിൽ കാണണം. ഇനിയും ഇത്രയും ശരിയായില്ലല്ലോ എന്ന് തോന്നിയവർ നമ്മൾ ചിന്തിക്കേണ്ട സമയം. ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്ന അവസാന ഒറ്റയിട്ട രാവുകൾ ഇനിയും നമ്മെ കാത്തിരിക്കുന്നുണ്ട്, അല്ലെ? ഇനിയും രാപ്പകലുകൾ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നിമിഷാർദ്ധം മതി. നമ്മുടെ മനസ്സൊന്ന് തിരിഞ്ഞു കിട്ടിയാൽ മതി. പിന്നീടുള്ള നമ്മുടെ ജീവിതം മാത്രമേ റഹ്മാനായ റബ്ബ് പരിഗണിക്കൂ. അതുകൊണ്ട് ഇനിയുള്ള ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും എനിക്ക് സമ്പാദ്യമായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സ്വീകരിക്കുമെന്ന നിശ്ചയദാർഢ്യമാണ് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, നമ്മുടെ മനസ്സിൽ ഈ തിന്മ ഇങ്ങനെ കൊണ്ടു നടന്ന് ചാൻസും കാത്തു നടക്കുകയാണെങ്കിൽ ആ തിന്മയിലേക്ക് നമ്മൾ മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അള്ളാഹ് പറയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. തിന്മയിൽ നിന്ന് മടങ്ങിയില്ലെങ്കിൽ സഹോദരങ്ങളെ, ദുനിയാവിൽ തന്നെ മനുഷ്യനുണ്ട് ഒറ്റപ്പെട്ടു പോകും. ഭാര്യക്ക് വേണ്ടി വരില്ല, മക്കൾക്ക് വേണ്ടി വരില്ല, നാട്ടുകാർക്ക് വേണ്ടി വരില്ല. ഉറപ്പാ. ഇപ്പോഴുള്ള നമ്മളെ അവർക്ക് വേണ്ട, അല്ലേ? എന്തൊരു കഷ്ടാണ് ആ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് മടങ്ങിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിന് ഗൗരവം അനുസരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകും. എല്ലാവർക്കും അറപ്പുള്ളവനും വെറുപ്പുള്ളവനുമായി നമ്മൾ മാറും. അള്ളാഹ് ഈ ദുനിയാവും തന്നെ ശിക്ഷയാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. രണ്ടാമത്തെ എന്താ അറിയോ, ഒരു പക്ഷേ അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ മറന്ന് നമ്മൾ ജീവിച്ചാലും
ചില ഭൗതികമായ സൗകര്യങ്ങളൊക്കെ അള്ളാഹു തുറക്കുന്ന ചില വാതിലുകൾ അള്ളാഹു തുറക്കും ദുനിയാവിന്റെ. എന്തിനാന്നറിയോ? അതിലിങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവനാണ് കൊണ്ടുപോകും. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി. അള്ളാഹ് പറയാ നമ്മളോടാ സുഹൃത്തുക്കളെ, ദീനില്ലാത്തവനോടല്ല. ഈ ഖുത്ബ കേൾക്കണ ഈ പറയുന്ന എന്നോട് നിങ്ങളോടാണ് അള്ളാഹ് പറയണേ. അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞാൽ നമ്മളോടല്ലേ. ഈ കേട്ട കാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലും പിന്നീട് മറന്നു കളഞ്ഞാൽ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ അവർക്ക് മുമ്പിൽ റഹ്മാനായ റബ്ബ് തുറക്കും. കുടുസാക്കുന്നല്ല പറഞ്ഞത്, ഈ ദുനിയാവിന്റെ ചില അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തന്നെ അവൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വരും. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ അവരങ്ങനെ ആഹ്ലാദം കൊള്ളും. അവരുടെ കോംപ്ലക്സും അവരുടെ സമ്പത്തും അവരുടെ വാഹനവും അവരുടെ യാത്രയും അവരുടെ വസ്ത്രവും അവരുടെ ആരോഗ്യവും അതിലങ്ങനെ രമിച്ച് രമിച്ചിങ്ങനെ പോകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഖ്ദിനാഹും ബഖ്ത, അവർ പ്രതീക്ഷിക്കാത്ത അവർ ആഗ്രഹിക്കാത്ത ഒരു നിമിഷത്തിൽ അവരെ അങ്ങ് പിടികൂടുക തന്നെ ചെയ്യും. പെട്ടെന്ന് പിടികൂടും. ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോഴതാ നിരാശയുടെ കയങ്ങളിലേക്ക് അവരങ്ങ് എടുത്തെറിയപ്പെടും. മരണം മുന്നിൽ കാണുമ്പോ, മലക്കുൽ മൗത്തിനെ കാണുമ്പോ തന്റെ ജീവിതത്തിലെ ഈ നിമിഷങ്ങളല്ലല്ലോ ഞാൻ ജീവിച്ചത്, ഇതിനു വേണ്ടിയല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നൊരു നിമിഷം അവന് കൊടും ഖേദത്തോടുകൂടി അവന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന അതിതീക്ഷണമായ ഒരു ഘട്ടം റഹ്മാനായ റബ്ബ് നിരാശയുടെ നൽകും. സഹോദരങ്ങളെ, ഞാൻ അങ്ങനെയൊക്കെ നടന്നിട്ടും എനിക്കൊരു കുറവില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേ പേടിച്ചോളി. ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട വിഷയമാണ്. അള്ളാഹ് തുറന്നതാവും. ഫതഹ്നാ പറഞ്ഞ തുറക്കുന്നതാണ്. അള്ളാഹ് തുറന്നാണ്ടല്ലോ എന്റെ വിശാലത ചെറുതൊന്നാവില്ല, വല്ലാത്ത സുഖത്ത് പോവും. പക്ഷേ ഒരു പിടുത്തം റഹ്മാനായ റബ്ബ് പിടിക്കും. ആ പിടിക്കുമ്പോ നാട്ടുകാർക്ക് മനസ്സിലാവില്ല, ഭാര്യക്ക് മനസ്സിലാവില്ല, ഭർത്താവിന് മനസ്സിലാവില്ല, അയാൾക്ക് മനസ്സിലാവും. ഇത് വല്ലാത്ത കഥയായി പോയി. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നാളെ പരലോകത്തോ ഈ ദുനിയാവിൽ ഏതൊരു തിന്മയിലാണോ ശടിച്ചു നിന്നത്, ആ ശടിച്ചു നിന്ന തിന്മക്ക് ശക്തമായ തക്കതായ ശിക്ഷ നാളെ പരലോകത്ത് കിട്ടും. ഒരാൾ ഷിർക്കിൽ ശടിച്ചു നിന്നു, അല്ലാത്തൊരു വിളിച്ചു പ്രാർത്ഥിച്ച എന്താ? കൊടുത്ത കഴിവുകൊണ്ടല്ലേ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അല്ലേ? ന്യായം പറഞ്ഞ ആരെങ്കിലും ഷിർക്കിൽ കടിച്ചു തുണിയുന്നു, അള്ളാഹുവിന്റെ റസൂൽ അല്ലാത്തൊരാളോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ഇബ്രാഹിം നബിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, ഇസ്മായിൽ നബിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, നൂഹ് നബിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. അതിലും വലിയ മഹാന്മാരൊന്നും ഇല്ലല്ലോ സഹോദരങ്ങളെ. ആ പ്രവാചകന്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ അത് ശിർക്കാണ്. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലു, നബിയെ താങ്കൾ എന്നെ ശിർക്ക് ചെയ്താലും താങ്കളുടെ അമൽ പൊളിഞ്ഞു പോകും. നുബുവത്തോടൊരു കാര്യം ഉണ്ടാവില്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ അള്ളാന്റെ കോടതിയിൽ താങ്കൾ വന്നാൽ പോലും നാഷ്ടക്കാരായിരിക്കുന്നത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് ശടിച്ചു നിൽക്കല്ലേ സഹോദരങ്ങളെ, ഷിർക്ക് ചെയ്യല്ലേ, ഷിർക്കിന്റെ ഒരടയാളവും ജീവിതത്തിൽ വെക്കല്ലേ, നരകത്തിലേക്ക് പോകേണ്ടി വരും. പിന്നെ മനുഷ്യൻ ശടിച്ചു നിൽക്കുന്നോ? വ്യഭിചാരത്തിൽ അല്ലേ? വ്യഭിചാരത്തിൽ വിവിധ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, നമുക്ക് അള്ളാന്റെ റസൂൽ പറഞ്ഞു, നാളെ അടുപ്പ് പോലെ മുഖം കൂടി ഒരു വലിയ തീക്കുണ്ടാരത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടും. നഗ്നരായി അവർ വെന്ത് കത്തിക്കൊണ്ടിരിക്കും. ആ കത്തുമ്പോ ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ആ കരച്ചിൽ റസൂലുള്ള കേട്ടു. റസൂലുള്ള സ്വപ്നത്തിൽ സ്വർഗവും നരകവും കാണിക്കപ്പെട്ട ഹദീസിൽ കാണാൻ പറ്റും. മലക്കുകളോട് ചോദിച്ചു റസൂലുള്ള, ആരാ ഇത്ര കഠിനമായ ശിക്ഷ കിട്ടാൻ കാരണം? ഫഇന്നഹും അസ്സുനാത്തു വസ്സമാനി, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വ്യഭിചരിച്ച ആണും പെണ്ണുമാണ്. സഹോദരങ്ങളെ, ശടിച്ചു നിൽക്കല്ലേ, ശടിച്ചു നിൽക്കല്ലേ. അതിന്റെ ഏതെങ്കിലും ഒരു വാതിൽ നാം തുറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കഠിനമായ ശിക്ഷ നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. മടങ്ങാല സമയമാണ് അള്ളാഹ് വെച്ചത്. റൂഹ് തടിയിൽ ബാക്കി വെച്ച് റഹ്മാനായ റബ്ബ് വെച്ച് തന്നതാ ഈ റമളാൻ. ഇനിയും മടങ്ങിയിട്ടില്ലെങ്കിലേ, തൗബ ചെയ്തിട്ടില്ലെങ്കിലേ, ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലേ ഇനി കിട്ടൂല കേട്ടോ അവസരം അല്ലേ? മറ്റൊന്നെന്താ? പലിശയല്ലേ? ആഡംബരങ്ങൾ തികയണില്ലല്ലോ. വാഹനം വാങ്ങിയിട്ടും വീടുണ്ടാക്കിയിട്ടും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടും നമുക്ക് തികയണില്ലല്ലോ. കച്ചവടം വിപുലീകരിച്ചിട്ടും തികയണില്ല. എന്നിട്ട് പലിശന്റെ ഇടപാടാണ്. പറയുമ്പോ എന്താപ്പോ ഇന്നത്തെ കാലത്ത് നടക്കുക? ഇന്ത്യ രാജ്യം കേരളം കണ്ട് ജീവിക്കല്ല സഹോദരങ്ങളെ. ഇതൊക്കെ അവസാനിക്കട്ടെ. ഒരു പലിശയും ഒരിടപാട് നടക്കാത്ത ഖബറിലേക്ക് ഒരു പോക്കുണ്ട്. മനസ്സിലായോ? ആ വീടിന് ലോണില്ല, അതിനൊരു സമ്പാദ്യം മുടക്കണ്ട, നാട്ടുകാർ വെട്ടിന് കയറ്റി ഒക്കെ കൊടുക്കും.
അത്രമാത്രം ഗൗരവമുള്ളതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണുക, ഒരു ചുവന്ന തടാകത്തിൽ നീന്തി നടക്കുക, കഠിനമായ ശിക്ഷ അങ്ങനെ കിട്ടുക. റസൂൽ ചോദിച്ചു, ഈ മനുഷ്യൻ എന്ത് തെറ്റായി ദുനിയാവിൽ ചെയ്ത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹു ആക്കിലു റിബ, പലിശ തിന്നോനാണ്. ഒരു ഉറുപ്പി സ്വന്തം മാന വ്യഭിചരിച്ചിരുത്തില്ല. അത്ര ഗൗരവത്തിൽ റസൂൽ പറഞ്ഞതാ. പലിശന്റെ വാതിൽ തുറക്കല്ല സുഹൃത്തുക്കളെ. പലിശന്റെ വാതിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചു വെച്ചോ, തിരിച്ചു നടക്കും. 10 സെന്റിൽ 5 സെന്റ് വിറ്റിട്ടാണെങ്കിലും പലിശന്റെ വാതിൽ അടച്ചു. കാരണം എന്താ അറിയോ? തൗബ ചെയ്യാൻ ഇനൊരു ചാൻസ് റഹ്മാനായ റബ്ബ് നൽകണമെന്നില്ല. അല്ലെ, കളവ് ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഏത് വാർത്ത കിട്ടിയാലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ പറഞ്ഞു നടക്കുക. എന്തും പറയാൻ ഒരു മടി. അള്ളാന്റെ റസൂൽ പറഞ്ഞു, കളവും അതുപോലെ തന്നെ നുണയും പറഞ്ഞു നടക്കുന്ന ആളുകളുടെ നരകത്തിലെ ശിക്ഷ എന്താണെന്നറിയോ? കവിളും ചുണ്ടും കണ്ണും ചേർത്ത് കൊളത്തി വലിക്കും. ഇങ്ങനെ കീറിങ്ങനെ റസൂൽ കണ്ടു ഈ കാഴ്ച. റസൂൽ ചോദിച്ചു, ധാരാ? ഉടനെ റസൂലുള്ളാഹിനോട് മലക്ക് പറഞ്ഞു, ഒരു മനുഷ്യൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെ, ഓൺലൈനെ കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കും. ഒരു വാക്കാണ് വിട്ടതിന് മുമ്പ് ആലോചിക്കണം, ഇത് നോണയാണോ പൊന്നാരാണോ, ആരെ കുറിച്ച് പറയുന്നത്? അല്ലെ, സുഹൃത്തുക്കളോട് പറയും, നോണ പറയാം. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് കടന്നു ശിക്ഷ. എന്താ ഒരു കളവ് പറഞ്ഞ? അതൊക്കെ ഒരു തമാശല്ലേ, ഇതൊരു പരിഹാസല്ലേ, അതൊക്കെ എന്താ, ഇതൊക്കെ ഇങ്ങനെ പറയണ്ട, ഇതൊന്നും ഇല്ലെങ്കിൽ അല്ലേ, ഇതല്ലേ മനസ്സ്. അല്ല പറയാ, നാളെ പരലോകത്ത് വന്ന് കിട്ടുന്ന. മറ്റൊന്നെന്താ, ഈ റമളാനിൽ സഹോദരങ്ങളെ ഖുർആൻ കയ്യിലെടുക്കാത്ത ഒരാളുമില്ല. ഖുർആൻ പഠിച്ചു, കുറെ കേട്ടു, കുറെ മനസ്സിലാക്കി. ഇനി അങ്ങോട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിഞ്ഞാണ് നടന്നാൽ നാളെ ഖിയാമത്ത് നാൾ കിട്ടുന്ന ശിക്ഷ എന്താ അറിയോ? ഒരു കല്ലിങ്ങനെ വരുന്ന, ആ കല്ല് എടുത്തിട്ട് സ്വയം തല കുത്തി ചതച്ച് തകർന്ന് തരിപ്പണം. ആ കല്ലിങ്ങനെ വരുന്നു, വീണ്ടും കല്ല് തിരിച്ചു വരും, വീണ്ടും കല്ല് ഇയാളെ തന്നെ കുത്തി പരത്തുന്ന തല. എന്ത് വേദനയായിരിക്കും സഹോദരങ്ങളെ. സ്വയം ചോദിച്ചു റസൂലുള്ളാഹ്, ഈ കാഴ്ച കണ്ടപ്പോ എന്താണിത്? ആ മനുഷ്യൻ ഖുർആൻ സ്വീകരിച്ച മനുഷ്യൻ, പക്ഷെ പിന്നീട് ജീവിതത്തിൽ അവഗണിച്ചു കളഞ്ഞു. പിന്നെയോ ഫർദ് നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങും ചെയ്യുന്ന റമളാനാണ്. തീരുമാനം ഉറപ്പിച്ചു വെച്ചോളി. നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ചും ഖുർആനിനെ കുറിച്ച് അവഗണിച്ചാൽ ശിക്ഷ നരകം. ഇതാരെ കുറിച്ചാ പറഞ്ഞത്? കാഫിരീങ്ങളെ കുറിച്ചല്ലല്ലോ സുഹൃത്തുക്കളെ. ഖുർആൻ കയ്യിലെടുക്കാരാ ഞാനും കൂടെ, അല്ലെ, നിസ്കരിക്കാരെ നമ്മളല്ലേ നിസ്കരിക്കുക. നിസ്കാരക്കാരോടാ പറയണേ, ഖുർആൻ കയ്യിലെടുത്തവനോട് പറയണേ. ഒഴിവാക്കിയാലേ നാളെ കഠിനമായ ശിക്ഷ ഉണ്ടാവും. സഹോദരങ്ങളെ, തിന്മയിൽ നിന്ന് മടങ്ങി ഒന്ന് സന്തോഷം നോക്കി ഒന്ന് മടങ്ങാൻ പറ്റിയാൽ അല്ല പറയാ, എല്ലാ തിന്മയും അല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനറിയോ? നന്മ ചെയ്താൽ അവന് മായ്ച്ചു കണ്ട് നന്മ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹാ, പശ്ചാത്തപിക്കുകയും വിശ്വാസം ദൃഢപ്പെടുത്തുകയും തുടർന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ 3 ഗുണങ്ങളാ പറഞ്ഞത്. നന്നായി പശ്ചാത്തപിക്കുക, മാട്ടങ്ങ, എന്നിട്ടോ നല്ല വിശ്വാസിയാകാം. അല്ലാഹുവിലും പരലോകത്തിലും ഖുർആനിലും ദൃഢമായ ബോധ്യം ഉണ്ടാവുക, അതിന് പഠിക്കുക. എന്നിട്ടോ അമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാം. എന്താണ് അവൻ അന്ന് കൊടുക്കുക? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവന്റെ തിന്മകൾ മാറ്റിക്കൊടുക്കും. തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റി അള്ളാഹു കൊടുക്കുന്നതാണ്. ഞാനും നിങ്ങളും ചെയ്ത തെറ്റിനെ പോലും അള്ളാഹ് നന്മയാക്കാൻ മാത്രം അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് തൗബ. വകാനല്ലാഹു ഗഫൂറർ റഹീമ, റഹ്മാനായ റബ്ബ് ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. മാത്രല്ല, വിശാലമായ സ്വർഗ്ഗം ജന്നാത്തുൽ ഫിർദൗസാണ് കാത്തിരിക്കുന്നത്. ഇല്ലാ മൻ താബ, തൗബ ചെയ്ത്, ആമന, വിശ്വസിച്ച്, അമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൂടെ സുഹൃത്തുക്കളെ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. വന്നോ, സ്വർഗമുണ്ട്. നീ ചെയ്ത തെറ്റുകൾ അതെല്ലാം മായ്ക്കപ്പെട്ടിട്ടുണ്ട്, പകരം നന്മകൾ ഉണ്ട്. അതുകൊണ്ട് ഈ നന്മയുടെ വസന്തകാലത്ത് ജീവിക്കുമ്പോ സഹോദരങ്ങളെ, 2 ദിവസം കഴിയുമ്പോ ഇത് ഊഷരമാകുന്ന ഒരു ഭൂമിയായി മാറല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് ഈ മനസ്സിന്റെ വസന്തത്തെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിനല്ല വെച്ചതാണ് ജമാഅത്ത് നമസ്കാരം, അതിനല്ല വെച്ചതാണ് ഖുർആൻ പഠനം, ഖുർആൻ പാരായണം, വെള്ളിയാഴ്ച ജുമുഅ, ഇങ്ങനെ എല്ലാ നന്മയിലും സഞ്ചരിക്കുന്ന നല്ല കൂട്ടായ്മയുടെ കൂടെ സഞ്ചരിക്കുക.
ദീനുള്ള ആളുകളുടെ കൂടെ നാം ജീവിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാകുക. എന്താ തഖ്വ ഉണ്ടാകാൻ അല്ലാഹ് പറഞ്ഞത്? വകൂനൂ മഅസ്വാദിഖീൻ, നല്ല സച്ചരിതരായ നല്ല മനുഷ്യരുടെ കൂടെ നിങ്ങൾ ആവുക എന്ന് അല്ലാഹ് പറഞ്ഞതാ. അങ്ങോട്ട് ചേർന്ന് നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുമ്പോഴേ തിന്മയുടെ വാതിലിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയുടെ വാതിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ. ഈ പരിശുദ്ധ റമളാൻ എന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് വിലയിരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. റയ്യാൻ എന്ന കവാടത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് അത് അവസാനിക്കുമ്പോൾ 2 കാര്യങ്ങൾ അതീവ പ്രാധാന്യമാണ്. അതിലൊന്ന് ഫിത്ർ സക്കാത്താണ്. നമ്മുടെ സംരക്ഷണയിലുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ നോമ്പിൽ വന്നിട്ടുള്ള പിഴവുകൾ പൊറുക്കാനും നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കാനും ഒക്കെയായി സാധുക്കൾക്ക് ഭക്ഷണമായി ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകണം. എല്ലാവരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്തെ കാര്യം, 29-ന് റമളാൻ 29-ന് മാസപ്പിറവി നമ്മൾ നിരീക്ഷിക്കണം എന്നാണ് 29. വരുന്ന ഞായറാഴ്ച റമളാൻ 29. കണ്ടാൽ തിങ്കളാഴ്ച പെരുന്നാളാണ്. ഇല്ലെങ്കിൽ 30 പൂർത്തിയാക്കി ചൊവ്വയായിരിക്കും. ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസ് നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. സൂമൂ ലിറുഅയതിഹി വഅഫ്തിറൂ ലിറുഅയതിഹി. നിങ്ങൾ മാസപ്പിറ കണ്ടാൽ നോമ്പനുഷ്ഠിക്കണം, കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കണം. മൂന്നാമത് റസൂൽ പറഞ്ഞു ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദിറൂ ലഹു. നിങ്ങൾക്കത് കാർമേഘം മൂടിയാൽ നിങ്ങൾക്കത് കണ്ടില്ല, അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടില് കണക്ക് മതി, കാണേണ്ടതില്ല എന്ന് ഒരു നൂതന വാദം ധാരാളമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ചെറുതും വലുതുമായ അസ്വസ്ഥതകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നാട്ടിലും. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ കണക്ക് മാത്രം നോക്കാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല. ഫഇൻ ഗുമ്മ അലൈക്കും, മൂടിയാലും കാണണം എന്ന അവിടെ ഉള്ളൊരു സാധനമാണ്, നിങ്ങൾ കണ്ടില്ല. പക്ഷെ കാണുക എന്നത് ചക്രവാളത്തിൽ ഉണ്ടായാൽ പോരാ. ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദിറൂ. അത് മൂടിക്കണ്ടാൽ അവിടെ ഉണ്ടല്ലോ, കണ്ടില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? എണ്ണം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ കണ്ടെങ്കിലേ നോൽക്കാനും കണ്ടെങ്കിലേ അവസാനിപ്പിക്കാനും പറ്റും. പിന്നെ നാട്ടിലാകെ വസ്വാസം ഉണ്ടാക്കാൻ പറയണ്ട. പിറ്റേ ദിവസം പിറവി വലുതായി കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ നോമ്പ് കളഞ്ഞില്ലേ, ഒരു പെരുന്നാൾ വകിപ്പിച്ചില്ലേ, ഇങ്ങനെ പറഞ്ഞ് സാധുക്കളായ മുഅ്മിനീങ്ങൾ വെറുതെ വസ്വാസിലാക്കും. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് എത്ര തവണയാണ് നമ്മൾ വിശദീകരിച്ചത്? നിങ്ങൾ കണ്ടാലാണ് നമുക്കൊന്ന്, കണ്ടാലാണ് അവസാനിപ്പിക്കേണ്ടത്. ഇത് വിശ്വാസികളായ നമ്മൾ അറിയണം. ഈ ഒരു ഫിത്നയിൽ നിന്ന് ഒരു ഹദീസിലേക്ക് തിരിച്ചു നടക്കുന്ന മുഅ്മിനിന്റെ സ്വഭാവമായിട്ട് നമ്മൾ കാണണം. അള്ളാന്റെ റസൂല് ഉമ്മ അലൈക്കും അവിടെ ഉണ്ടെങ്കിൽ എന്നല്ല റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ എന്നാണ്. അപ്പൊ കാണുക എന്നതാണ് ഒരു ഇബാദത്തിന്റെ തുടക്കത്തിനും അവസാനത്തിനും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ ഈ കലണ്ടർ നോക്കി നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഹിലാല് കണ്ടാലുള്ള പ്രാർത്ഥനക്കൊക്കെ എന്ത് പ്രസക്തിയല്ലത്. കലണ്ടർ നോക്കി പ്രാർത്ഥിക്കുക. നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് ബുദ്ധിക്കനുസരിച്ചല്ല അതിന്റെ നിലപാട് സ്വീകരിക്കേണ്ടത്. പ്രമാണങ്ങളിൽ അള്ളാന്റെ റസൂലും സഹാബത്തും എങ്ങനെയാണ് അതിനെ സ്വീകരിച്ച്, ഇതിലും വലിയ ആധുനിക സൗകര്യമുള്ള അറബ് നാടുകളിൽ കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാം അറിയണം. ഇത് ഐക്യത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയാം. ഞാനിത് സൂചിപ്പിച്ചത് സങ്കടത്തോടു കൂടിയാണ്. എന്താണ് പരിഹാരം? സഹോദരങ്ങളെ, ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് നമുക്കനുസരിച്ചല്ലല്ലോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ചതല്ലേ ദീൻ. അവിടെ നിന്നാണ്. ഹദീസിലുണ്ടോ? പ്രവാചകൻ പഠിപ്പിച്ചോ?
സലഫിന്റെ പണ്ഡിതന്മാരും എങ്ങനെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത് എന്നതാണ് പ്രധാനം. അങ്ങനെ ദീനിനെ യഥാവിധി ഉൾക്കൊള്ളുക എന്നതും ഈ ഒരു പെരുന്നാൾ, ഈ നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തെ പ്രമാണങ്ങളിലേക്ക്, ഖുർആനിലേക്കും പ്രവാചകന്റെ തിരുവചനങ്ങളിലേക്കും പ്രവാചകൻ ജീവിച്ചു കാണിച്ച ആ മാർഗത്തിലേക്കും നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അള്ളാഹ് പെരുന്നാൾ ദിനം വന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആഘോഷം? ആഘോഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തറിനെ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഈദ് ഗാഹിലേക്ക് വരിക, ഈദ് മുസല്ലയിലേക്ക് വരിക എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും സുന്ദരമായ ആഘോഷം. അത് കുടുംബസമേതം എല്ലാവരും. ഏതുവരെ എന്നറിയോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഹൈലുള്ള പെണ്ണുങ്ങളെ പോലും നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുവരണം എന്ന്. നിസ്കരിക്കാതിരുന്നാൽ മതി. അത്രമാത്രം സന്തോഷമുള്ള സുദിനത്തിന്റെ ആഘോഷത്തെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച്, എല്ലാവരും ശ്രദ്ധിക്കണം, ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച് തക്ബീർ ചൊല്ലി ആ ഈദ് മുസല്ലയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ പള്ളിയുടെ സമീപത്ത് തന്നെ കൃത്യം 7 മണിക്ക് നമുക്ക് നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. നിങ്ങൾ കൃത്യസമയം എല്ലാവരും പാലിക്കണം. നല്ല വസ്ത്രം ധരിക്കുക. പുതിയ തന്നെ വേണമെന്നില്ല, പള്ളിക്ക് നല്ല വസ്ത്രം. പുരുഷന്മാര് സുഗന്ധം പൂശാം. സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ അവസ്ഥയാണ്. പിന്നെയോ ഈ പെരുന്നാളിനൊരു പ്രത്യേകത, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം വീട്ടിൽ നിന്ന് പുറപ്പെടാൻ. ഈദ്ഗാഹിലേക്ക് നേരത്തെ പുറപ്പെടാൻ. സഹോദരങ്ങളെ, ഇങ്ങനെ കെട്ടിക്കാത്ത് കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മളെ കൊണ്ടുണ്ടാകരുത്. പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളെ കാത്ത് നേരത്തെ വന്നവർക്ക് മുഷിയുന്നൊരു സാഹചര്യം. അവരുടെ മനസ്സിന് എന്തിനാ വെറുതെ അവര് മടുപ്പുണ്ടാകും. നമ്മൾ നേരത്തെ അതിനു വേണ്ടി പുറപ്പെടാം. വീട്ടിൽ നിന്ന് കുളിച്ച് ഫ്രഷായി സഹോദരങ്ങളെ കുടുംബത്തെ വാഹനത്തിൽ കയറ്റി ആ തക്ബീറും ചൊല്ലി നമ്മൾ നമസ്കാരത്തിലേക്ക് വരാം. ആ നമസ്കാരം തുടങ്ങുന്നത് വരെ തക്ബീർ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ പെരുന്നാളിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. നമ്മുടെ കുടുംബങ്ങളൊന്ന് സന്ദർശിച്ച് രോഗികളൊക്കെ കണ്ട് ഒന്ന് സന്തോഷത്തിൽ നമ്മൾ അടച്ചു വെച്ച മൊബൈൽ തുറക്കുന്ന ദിനമായി, അല്ലെങ്കിൽ നാം ഒഴിവാക്കിയ ആ ആഘോഷങ്ങളുടെ വാതിലുകൾ തുറക്കാതെ ഒരു ദീനിന്റെ മാർഗത്തിൽ ആഘോഷത്തിലൂടെ വീണ്ടും ഇബാദത്തിലേക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് നമുക്കുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, വളരെ നല്ല നിലയിലാണ് എല്ലാ കാര്യങ്ങളും ഈ റമദാനിൽ നമുക്ക് ചെയ്തു പൂർത്തിയാക്കാൻ പറ്റിയത്. മണ്ണാർക്കാട് പ്രദേശത്തിലെ മുഴുവൻ ആളുകൾ, ഈ ദീനൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഇഫ്താറിന് പങ്കെടുത്തു. 200-250 മുകളിൽ ആളുകൾ പങ്കെടുത്ത ഇഫ്താറുകൾ നമ്മുടെ ഈ മഹല്ലിന്റെ കീഴിൽ ഉണ്ടായി. അൽഹംദുലില്ലാഹ് സഹോദരങ്ങളെ, അതിന് പണം നൽകിയ ധാരാളം സഹോദരങ്ങളുണ്ട്. അതിൽ സഹകരിച്ച ആളുകളുണ്ട്. റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ ഫള് കൊണ്ട് അവർക്ക് എല്ലാ ഖൈറും ബർക്കത്തും ഇഹത്തിലും പരത്തിലും നൽകുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ പള്ളിയെ എല്ലാവരും അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു പോയപ്പോ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ ബൈത്തുള്ളയെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ഈ അവസാനത്തെ വെള്ളിയും നമുക്ക് ഈ പള്ളിയെ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. നമ്മുടെ ചുറ്റുപാടും സഹോദരങ്ങളെ വസ്ത്രങ്ങളില്ലാത്ത സാധുക്കളുണ്ട്. നമ്മുടെ മക്കൾക്ക് 500 രൂപക്ക് വാങ്ങിയപ്പോ ഒരു 250 ചെറിയ ഉടുപ്പെങ്കിലും വാങ്ങിക്കൊടുത്ത് അത് സ്വകാര്യമായി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ കണ്ണിലെ തിളക്കല്ലേ, അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. വിധവകളുണ്ട്, സാധുക്കളുണ്ട്, പാവങ്ങളുണ്ട്, ഭക്ഷണത്തിന് ഗതിയില്ലാത്തവർ, രോഗികളുണ്ട്. ഒന്ന് ചെന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും. ഒന്ന് കൈപിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ അവന് മതിയാകും. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന മതിയാകും. ഇങ്ങനെ ദീനിനെ ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഈ റോട്ടിലും ഭാഗത്തും കിടക്കുന്ന നായ്ക്കളും പട്ടികളും പശുക്കളും മൃഗങ്ങളും ഒക്കെ അല്ലേ ആരെങ്കിലും ബഹുമാനിക്കാറുണ്ടോ? ആരെങ്കിലും ആദരിക്കാറുണ്ടോ? ഇല്ല. എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അത് ഒഴിവാക്കും അല്ലെ? ചത്ത പട്ടിയെ കുഴിച്ചിടുന്ന പോലെ നമ്മളൊക്കെ ജീവിതം അങ്ങനെ അവസാനിച്ചാൽ മതിയോ? നമ്മയൊക്കെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, റഹ്മാനെ ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുറത്തു കൊടുക്കുകയെന്ന് മനസ്സ് തട്ടി പറയുന്ന ഒരു 10 ആളോട് നന്മ ചെയ്തത് പലരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദുനിയാവിൽ ബാക്കി വെക്കണ്ടേ? സർവീസിന്റെ സ്കെയിലിന്റെ നീളവും കച്ചവടത്തിന്റെ ലാഭമൊക്കെ കൂട്ടിക്കണക്കാക്കിയാൽ സഹോദരങ്ങളെ ആർക്കും വേണ്ടെന്നല്ലേ? നമുക്കാര്യം വേണ്ട, നമ്മെല്ലാവരും ഉപേക്ഷിക്കും. പക്ഷേ നാം ചെയ്തു കൂട്ടിയ അമൽ സാലിഹാത്തും ഇബാദത്തും അത് കൂടെ ഉണ്ടാവും. അതിന് പറ്റിയ ദിനങ്ങൾ ഇനിയുണ്ടോ? ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. റമദാനിലെ ഓരോ സെക്കൻഡും ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. തിരക്കായിരുന്നു, ബുദ്ധിമുട്ട് അവസാനിച്ചിട്ടില്ല. ഇനിയുണ്ട് മണിക്കൂറുകൾ. അതിനെ പ്രയോജനപ്പെടുത്തി ഖുർആനെ കയ്യിലെടുത്ത് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് സ്വയം മടങ്ങി അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുഅ്മിനായി നമുക്ക് മാറാൻ പറ്റണം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച രാവുകൾ
രാവുകളുണ്ട്, ഇനിയും നമ്മുടെ മുമ്പിൽ 2 രാവുകളുണ്ട്. തീർച്ചയായും അതിനെ സ്വീകരിച്ച് ഇഅ്തികാഫിരുന്ന് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. ഈ മലീനസമായ സാഹചര്യത്തിലും നന്മയുടെ വെളിച്ചമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുടെ റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്. എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും മഗ്ഫിറത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കെല്ലാം വേണ്ടി കഷ്ടപ്പെടുന്ന, ധനം ചെലവഴിക്കുന്ന കുടുംബാംഗങ്ങളും നാട്ടുകാരുമുണ്ട്. അത് മുഖേന റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാം പാപങ്ങൾ പുറത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.